Measurement of length. Estimation of very small distance. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മെഷർമെൻറ്റ് ഓഫ് ലെന്തിൽ ലാർജ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന പാരലാക്സ് മെത്തേഡിനെ പറ്റി പഠിച്ചു. ഈ വീഡിയോയിൽ സ്മോൾ ഡിസ്റ്റൻസ്, അതായത് ഒരു മോളിക്യൂളിൻ്റെ സൈസൊക്കെ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ഈ മെത്തേഡിൽ നമ്മൾ ഉപയോഗിക്കുന്ന കോമ്പൗണ്ടാണ് ഓലിക് ആസിഡ്. ഓലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഒരു തരം ഓർഗാനിക് കോമ്പൗണ്ടാണ്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഫാറ്റി ആസിഡ്. ആസിഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഹൈഡ്രോ കാർബൺ ചെയിനിൽ COOH ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുന്നതാണ് ആസിഡ് ഫാമിലി. ഓലിക് ആസിഡിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് C18H34O2 ആണ്. ഇവിടെ ഓലിക് ആസിഡ് ചൂസ് ചെയ്യാൻ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളുണ്ട്. ആദ്യം തന്നെ ഈ ഓലിക് ആസിഡിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് വളരെ ലോ ആണ്. സോ ഓലിക് ആസിഡ് ഹാസ് വെരി ലോ ഡെൻസിറ്റി. ഡെൻസിറ്റി കുറവായതുകൊണ്ട് തന്നെ ഇത് വെള്ളത്തിൽ ഈസി ആയിട്ട് ഫ്ലോട്ട് ചെയ്യും, അല്ലെങ്കിൽ പൊങ്ങിക്കിടക്കും. ഇനി രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഈ ഓലിക് ആസിഡ് മോളിക്യൂൾ വെച്ച് നമുക്ക് വളരെ ഈസി ആയിട്ടൊരു മോണോ ലെയർ ഫോം ചെയ്യാൻ സാധിക്കും. മോണോ ലെയർ എന്ന് വെച്ചാൽ ഇതാണ്, നമ്മളൊരു സർഫസിൽ ഒരു 10-12 ബോളുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അതൊരു സിംഗിൾ ലെയർ ആയിട്ട് ഫോം ചെയ്യും. അതായത് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് നിൽക്കാതെ അത് ഏകദേശം ഒരു സിംഗിൾ ലെയർ ആയിട്ട് സ്പ്രെഡ് ചെയ്യും. അപ്പോൾ ഈ ഒരു ലെയറാണ് മോണോ ലെയർ. സോ നമ്മളിവിടെ ഓലിക് ആസിഡ് ചൂസ് ചെയ്യാൻ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഓലിക് ആസിഡിന് വെള്ളത്തിനെ അപേക്ഷിച്ച് ലോ ഡെൻസിറ്റിയാണ്. രണ്ടാമത്, അത് ഈസി ആയിട്ടൊരു മോണോ ലെയർ ഫോം ചെയ്യും. ഇനി ഓലിക് ആസിഡിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ്. 18 കാർബണുള്ള ഒരു ഹൈഡ്രോ കാർബൺ ചെയിനാണ്. ഇവിടെ നമുക്കൊരു ഡബിൾ ബോണ്ട് കാണാം. ഈ ഡബിൾ ബോണ്ട് ഉള്ളതുകൊണ്ട് തന്നെ ഇതൊരു അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡാണ്. ജനറലി ഒരു ഫാറ്റി ആസിഡ് മോളിക്യൂളിനെ അതിൻ്റെ വെള്ളവുമായിട്ടുള്ള റിയാക്ഷനെ അടിസ്ഥാനപ്പെടുത്തി രണ്ട് പാർട്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഹൈഡ്രോഫോബിക് പാർട്ട്. ഈ ഹൈഡ്രോഫോബിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ഹേറ്റിംഗ് പാർട്ടാണ്. ഇനി രണ്ടാമത്തെ പാർട്ടാണ് ഹൈഡ്രോഫിലിക് പാർട്ട്. ഇപ്പോൾ ഈ ഹൈഡ്രോഫിലിക് പാർട്ട് എന്ന് വെച്ചാൽ ഇത് വാട്ടർ ലവിങ് പാർട്ടാണ്. സോ ഞാൻ പറഞ്ഞു, ഒരു ഫാറ്റി ആസിഡ് മോളിക്യൂൾ അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഓലിക് ആസിഡ് മോളിക്യൂളിൻ്റെ വെള്ളവുമായിട്ടുള്ള റിയാക്ഷനെ ബേസ് ചെയ്ത് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഈ കോമ്പൗണ്ട് വെള്ളത്തിൽ ഇടുമ്പം തന്നെ ഈ വാട്ടർ ലവിങ് പാർട്ടായ ഹൈഡ്രോഫിലിക് എൻഡ് വെള്ളവുമായിട്ട് കോണ്ടാക്റ്റിൽ വരികയും എന്നാൽ ഈ വാട്ടർ ഹേറ്റിംഗ് പാർട്ടായ ഹൈഡ്രോഫോബിക് എൻഡ് വെള്ളത്തിൽ നിന്ന് അകന്ന് നിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യും. സോ ഇതിൻ്റെ മറ്റൊരു റെപ്രസെൻറ്റേഷനാണ് ഇത്. ഈ റെഡ് കളേർഡ് പോർഷൻ, അതായത് റെഡ് കളേർഡ് റീജിയനിൽ വരുന്നതാണ് ഹൈഡ്രോഫോബിക് പാർട്ട് അഥവാ വാട്ടർ ഹീറ്റിംഗ്. അതേസമയം ഈ ബ്ലൂ കളർ റീജിയനിൽ വരുന്നതാണ് ഹൈഡ്രോഫിലിക് പാർട്ട്. സിംപ്ലിഫൈ ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്താൽ ഇങ്ങനെ ഇരിക്കും. സോ ഇതാണ് ഒരു ഓലിക് ആസിഡ് മോളിക്യൂൾ. ഇനി ഓലിക് ആസിഡ് മോളിക്യൂൾ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ ഹൈഡ്രോഫിലിക് പാർട്ട് വെള്ളവുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നു. അതേസമയം ഈ ഹൈഡ്രോഫോബിക് പാർട്ട് വെള്ളത്തെ റിപ്പല് ചെയ്തുകൊണ്ട് മാറി നിൽക്കുന്നു. ഇവിടെ ഒരു മോണോ ലെയർ ഇങ്ങനെ ഫോം ചെയ്യുന്നതായിട്ട് കാണാം. ഏകദേശം സിംഗിൾ ലെയറുള്ള ഓലിക് ആസിഡ് മോളിക്യൂൾ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നതായിട്ട് കാണാം. മെജോറിറ്റി പോർഷനും ഹൈഡ്രോഫിലിക് ആയതുകൊണ്ട് തന്നെ ഇത് ഈസി ആയിട്ട് വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. സോ ഇതാണ് ഓലിക് ആസിഡ് മോളിക്യൂൾ ആൻഡ് ഇറ്റ്സ് റിയാക്ഷൻ വിത്ത് വാട്ടർ. ഇനി ഈ എക്സ്പെരിമെൻറ്റിലോട്ട് പോകുമ്പോൾ ഒരു ഓലിക് ആസിഡ് മോളിക്യൂളിൻ്റെ സൈസാണ് എസ്റ്റിമേറ്റ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കണം. ആദ്യത്തേത്, ഏതെങ്കിലും ഒരു 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റിൻ്റെ വോളിയം എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. ഈ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്നുള്ളത് ഏരിയ ആണ്. സോ ഐ ക്യാൻ റൈറ്റ് വോളിയം ഇസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു ഹൈറ്റ്. ഹൈറ്റ് എന്ന് പറയുന്ന ലെയറിൻ്റെ തിക്നെസ് ആയിട്ടും എടുക്കാം. സോ ഐ ക്യാൻ റൈറ്റ് വോളിയം ഇസ് ഈക്വൽ ടു ഏരിയ ടൈംസ് തിക്നെസ് അല്ലെങ്കിൽ ഹൈറ്റ്. ഏതെങ്കിലും ഒരു ബോഡിയുടെ വോളിയവും ഏരിയയും നമുക്കറിയാവുന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഈ തിക്നെസ് അല്ലെങ്കിൽ ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. തിക്നെസ് ക്യാൻ ബി റിട്ടൺ ആസ് വോളിയം ഡിവൈഡഡ് ബൈ ഏരിയ. ഇവിടെ ഒരു ക്യൂബിൻ്റെ കേസാണ് കൺസിഡർ ചെയ്തത്. ഇനി ഒരു സിലിണ്ടർ ആണെങ്കിലോ സിലിണ്ടറിൻ്റെയും സെയിം കേസാണ്. ഇതാണ് ഹൈറ്റ് അല്ലെങ്കിൽ തിക്നെസ്. അതേസമയം ഇതാണ് ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഏരിയ നമുക്ക് ഈസി ആയിട്ട് ഈ πr² എന്നുള്ള ഫോർമുല ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. ആർ എന്ന് പറയുന്നത് ഈ സിലിണ്ടറിൻ്റെ റേഡിയസ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഡയമീറ്റർ എടുക്കുകയാണെങ്കിൽ ഫോർമുല πd²/4. അപ്പോൾ ഇവിടെയും ഈ സെയിം ഫോർമുല ഉപയോഗിച്ച് ഈ തിക്നെസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. റൈറ്റ്. ഇനി രണ്ടാമത്തെ ഐഡിയ എന്ന് പറയുന്നത്, നമുക്ക് ഈ ഓലിക് ആസിഡ് മോളിക്യൂളിൻ്റെ ഒരു സിംഗിൾ ലെയർ ആണ് ഫോം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സിംഗിൾ ലെയർ ഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രോസസ്സാണ് ഡൈല്യൂഷൻ. നമുക്കറിയാം, ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു സൊല്യൂട്ടും
സോൾവെൻറ്റും ചേർന്നതാണ് സൊല്യൂഷൻ. ഡൈലൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്നാണ് ഈ സൊല്യൂട്ടിൻ്റെ അമൗണ്ട് കുറയ്ക്കുക ബൈ ആഡിങ് മോർ ആൻഡ് മോർ സോൾവെൻറ്റ്. So dilution is a process of reducing the concentration of solute by adding more and more solvent. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മളൊരു പാത്രത്തിൽ 1 സ്പൂൺ പഞ്ചസാരയും 1 ഗ്ലാസ് വെള്ളവും മിക്സ് ചെയ്താൽ അതിന് സർട്ടൻ ഒരു മധുരം ഉണ്ടായിരിക്കും. എന്നാൽ നമ്മൾ വെള്ളത്തിൻ്റെ അമൗണ്ട് കൂട്ടുന്നതോടെ 2ഉം 3ഉം ഗ്ലാസ്സുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മധുരം കുറഞ്ഞിരിക്കും, അതായത് ഷുഗറിൻ്റെ അളവ് വളരെയധികം കുറയും. ഇൻ ജനറൽ ഒരു മോളിക്യൂളിന് 3 ലെയർ ഉണ്ടെന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ 3 ലെയറുള്ള മോളിക്യൂളിലോട്ട് നമ്മൾ സോൾവെൻ്റ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഇതിൽ ഡൈലൂഷൻ നടക്കും. ഡൈലൂഷൻ നടക്കുന്നതിൻ്റെ ഫലമായി ഈ 3 ലെയർ എന്നുള്ളത് 2 ലെയറായിട്ട് മാറും. ഇനി പിന്നെയും നമ്മൾ ഡൈലൂഷൻ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഈ 2 ലെയർ എന്നുള്ളതോ സിംഗിൾ ലെയറായിട്ട് മാറും. സോ ആഫ്റ്റർ ഡൈലൂഷൻ വി ക്യാൻ ഗെറ്റ് എ സിംഗിൾ ലെയർ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ മോളിക്യൂൾ. ഇനി ഒരു സിംഗിൾ ലെയർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഈ ലെയറിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ തിക്നെസ് എന്ന് പറയുന്നത് ഇതാണ്. And that thickness can be approximated to the diameter of this molecule. Right? അപ്പോൾ ഒരു മോളിക്യൂളിൻ്റെ ഡയമീറ്റർ തന്നെയാണ് നമുക്ക് ഈ ലെയറിൻ്റെ തിക്നെസ് ആയിട്ട് കിട്ടുന്നത്. ദാറ്റ് ഈസ് ഓൺ ഡൈലൂഷൻ ദ തിക്നെസ് ഓഫ് ദി ലെയർ വിൽ ബി ഈക്വൽ ടു ദി ഡയമീറ്റർ ഓഫ് ദി മോളിക്യൂൾ. അപ്പോൾ ഈ 2 ഐഡിയകളാണ് നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് മനസ്സിലാക്കാൻ വേണ്ടി ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. ദാറ്റ് ഈസ് ഏതെങ്കിലും ഒരു 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റിൻ്റെ വോളിയം ഏരിയയും അറിയാമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈസി ആയിട്ട് അതിൻ്റെ തിക്നെസ് കാൽക്കുലേറ്റ് ചെയ്യാം. രണ്ടാമതായി, നമ്മൾ ഏതെങ്കിലും ഒരു സൊല്യൂട്ടിനെ സോൾവെൻ്റ് ആഡ് ചെയ്ത് ഡൈല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു മോണോ ലെയർ കിട്ടും. ആ അവസ്ഥയിൽ ആ ലെയറിൻ്റെ തിക്നെസ് ആ മോളിക്യൂളിൻ്റെ ഡയമീറ്റർ ആയിട്ട് അസ്യൂം ചെയ്യാം. ഈ 2 ഐഡിയകളും ഓർത്തിരിക്കുക. ലെറ്റ്സ് മൂവ് ഓൺ ടു ദി എക്സ്പെരിമെൻറ്റ്. സോ എക്സ്പെരിമെൻറ്റിൽ ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഡൈലൂഷനാണ്. ഡൈലൂഷന് വേണ്ടി നമ്മൾ ആദ്യം 1 ml അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്റർ ക്യൂബ് ഓലിക് ആസിഡ് 19 ml അല്ലെങ്കിൽ 19 സെൻറ്റിമീറ്റർ ക്യൂബ് ആൽക്കഹോളിലോട്ട് ആഡ് ചെയ്യും. സോ 1 ml അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്റർ ക്യൂബ്. ഇവിടെ ml സെൻറ്റിമീറ്റർ ക്യൂബും തമ്മിലുള്ള റിലേഷൻ ഇതാണ്. സപ്പോസ് നമുക്കൊരു 1 സെൻറ്റിമീറ്റർ ലെങ്തും വിഡ്ത്തും ഹൈറ്റും ഉള്ള ഒരു ക്യൂബ് കൺസിഡർ ചെയ്യുക. അതായത് 1 സെൻറ്റിമീറ്റർ ലെങ്തും വിഡ്ത്തും ഹൈറ്റും ഉള്ള ഒരു ക്യൂബ്. ഇങ്ങനെയുള്ളൊരു ക്യൂബിൽ ഒക്യുപ്പൈ ചെയ്യുന്ന മാക്സിമം വോളിയമാണ് 1 ml. അതായത് 1 സെൻറ്റിമീറ്റർ ലെങ്തും വിഡ്ത്തും ഹൈറ്റുള്ള ഒരു ക്യൂബിൽ ഒക്യുപ്പൈ ചെയ്യുന്ന വോളിയമാണ് 1 ml. സോ ഐ ക്യാൻ റൈറ്റ് 1 ml ഇസ് ഈക്വൽ ടു വോളിയം ഓഫ് എ ക്യൂബ് നമുക്കറിയാം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഇവിടെ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും എല്ലാം 1 സെൻറ്റിമീറ്റർ ആണ്. സോ 1 ml ക്യാൻ ബി റിട്ടൺ ആസ് 1 സെൻറ്റിമീറ്റർ ക്യൂബ്. അല്ലെങ്കിൽ ഈ 1 സെൻറ്റിമീറ്റർ ക്യൂബിനെ നമ്മൾ 1 cc എന്നും പറയാറുണ്ട്. സോ ഓർത്തിരിക്കുക 1 ml സെയിം ആസ് 1 സെൻറ്റിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ 1 cc. NCERT ടെക്സ്റ്റ് ബുക്കിൽ കാൽക്കുലേഷൻ എല്ലാം 1 സെൻറ്റിമീറ്റർ ക്യൂബ് വെച്ചാണ് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. ഞാനിവിടെ 1 ml എന്നാണ് ഉപയോഗിക്കുന്നത്, കാരണം വോളിയമായിട്ട് നമുക്ക് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ടേം 1 ml ആണ്. സോ ഓർത്തിരിക്കുക 1 ml സെയിം ആസ് 1 സെൻറ്റിമീറ്റർ ക്യൂബ് ആസ് വെൽ ആസ് 1 cc. ആദ്യം നമ്മൾ ഓലിക് ആസിഡിനെ ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുക്കുകയാണ്. സോ ദിസ് ഇസ് പ്യുവർ ഓലിക് ആസിഡ് ടേക്കൺ ഇൻ എ ടെസ്റ്റ് ട്യൂബ്. ആൻഡ് ഇവിടെ ഓലിക് ആസിഡ് ആണ് നമ്മുടെ സൊല്യൂട്ട്. സോ ഈ സൊല്യൂട്ടിനെ ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടി സോൾവെൻ്റായ ആൽക്കഹോൾ എടുക്കുകയാണ്. സോ ആൽക്കഹോൾ ഇസ് ദ സോൾവെൻറ്റ്. ഇവിടെ എന്തുകൊണ്ട് ആൽക്കഹോൾ എടുക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനും 2 കാരണങ്ങളുണ്ട്. ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് ഈ ഓലിക് ആസിഡ് വാട്ടറിൽ ഇൻസോലുബിൾ ആണ് ആൻഡ് ഇറ്റ് ഇസ് സോലുബിൾ ഇൻ ആൽക്കഹോൾ. ഇനി രണ്ടാമത്തെ കാരണം എന്നുള്ളത് നമ്മളെ വീഡിയോയുടെ ലാസ്റ്റ് പാർട്ടിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. ഈ ഓലിക് ആസിഡിനെ ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം 1 ml ഓഫ് ഓലിക് ആസിഡ് എടുക്കുകയാണ്. സോ ഈ ടെസ്റ്റ് ട്യൂബിൽ നിന്ന് ഒരു ഡ്രോപ്പർ ഉപയോഗിച്ച് നമ്മളൊരു 1 ml ഓഫ് ഓലിക് ആസിഡ് എടുക്കും. ഈ 1 ml ഓലിക് ആസിഡിനെ 19 ml ആൽക്കഹോളുമായിട്ട് മിക്സ് ചെയ്യും. സോ 1 ml ഓഫ് ഓലിക് ആസിഡ് ഇസ് മിക്സ്ഡ് വിത്ത് 19 ml ഓഫ് ആൽക്കഹോൾ, അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്റർ ക്യൂബ് ഓഫ് ഓലിക് ആസിഡ് ഇറ്റ്സ് മിക്സ്ഡ് വിത്ത് 19 സെൻറ്റിമീറ്റർ ക്യൂബ് ഓഫ് ആൽക്കഹോൾ. സോ നമുക്ക് കിട്ടാൻ പോകുന്ന സൊല്യൂഷൻ്റെ വോളിയം എന്ന് പറയുന്നത് 20 ml ആയിരിക്കും. ആൻഡ് വി ക്യാൻ നെയിം ദിസ് സൊല്യൂഷൻ ആസ് സൊല്യൂഷൻ എ. അമൗണ്ട് ഓഫ് ഓലിക് ആസിഡ് ഇൻ 20 ml ഓഫ് സൊല്യൂഷൻ, അതായത് 20 ml ഓഫ് സൊല്യൂഷനിൽ എന്തുമാത്രം ഓലിക് ആസിഡ് ഉണ്ടെന്ന് എഴുതി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 1 ml. സോ അമൗണ്ട് ഓഫ് ഓലിക് ആസിഡ് ഇൻ 20 ml ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് 1 ml ആണ്. അങ്ങനെയെങ്കിൽ 1 ml ഓഫ് സൊല്യൂഷനിൽ നമുക്ക് 1/20 ml ഓഫ് ഓലിക് ആസിഡ് കാണും. ദാറ്റ് ഈസ് കോൺസെൻട്രേഷൻ ഓഫ് ഓലിക് ആസിഡ് ഇൻ 1 ml ഓഫ് സൊല്യൂഷൻ ഇസ് 1/20.
ഇത് സിമ്പിൾ യൂണിറ്ററി മെത്തേഡാണ്. അതായത് 2 പേനയ്ക്ക് 10 രൂപയാണ്. അങ്ങനെയെങ്കിൽ ഒരു പേനയ്ക്ക് 10/2 അഥവാ 5 രൂപയാണ്. സെയിം മെത്തേഡാണ്. 20 ml നമുക്ക് 1 ml ഓഫ് ഓലിക് ആസിഡ് ഉണ്ട്. അങ്ങനെയെങ്കിൽ 1 ml സൊല്യൂഷനിൽ നമുക്ക് 1/20 ml ഓലിക് ആസിഡ് ആണ് ഉള്ളത്. സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ 20 ml ഓഫ് ഓലിക് ആസിഡ് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്തു. അതിൽ 1 ml ഓഫ് ഓലിക് ആസിഡ് ഉണ്ട്. അഥവാ 1 ml ഓഫ് ഓലിക് ആസിഡ് സൊല്യൂഷനിൽ 1/20 ml ഓഫ് ഓലിക് ആസിഡ് ഉണ്ട്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഡൈലൂഷൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. So now we have this 20 ml of solution A. ഈ സൊല്യൂഷനിൽ നിന്ന് 1 ml ഓഫ് ഓലിക് ആസിഡ് സൊല്യൂഷൻ എടുത്ത് പിന്നെയും 19 ml ഓഫ് ആൽക്കഹോളിൽ ആഡ് ചെയ്യുവാണ്. സോ ഈ 19 ml ഓഫ് ആൽക്കഹോളിൽ വീണ്ടും നമ്മൾ ആഡ് ചെയ്താൽ പിന്നെയും നമുക്കൊരു 20 ml ഓഫ് സൊല്യൂഷൻ ബി കിട്ടും. റൈറ്റ്. അപ്പോൾ ആദ്യത്തെ കേസിൽ നമ്മൾ പറഞ്ഞു കോൺസെൻട്രേഷൻ ഓഫ് ഓലിക് ആസിഡ് ഇൻ സൊല്യൂഷൻ എ ഇസ് 1/20 ml. അങ്ങനെയെങ്കിൽ ഈ രണ്ടാമത്തെ കേസിൽ ഈ 20 ml ഓഫ് സൊല്യൂഷനിൽ 1/20 ml ഓഫ് ഓലിക് ആസിഡ് ഉണ്ട്. 20 ml ഓഫ് സൊല്യൂഷനിൽ 1/20. എന്നാൽ amount ഓഫ് ഓലിക് ആസിഡ് ഇൻ 1 ml ഓഫ് സൊല്യൂഷൻ ബി എന്ന് പറയുന്നത് 1/20 × 20. സോ ഈ സൊല്യൂഷൻ ബിയിൽ നമുക്ക് 1/20 × 20 അതായത് 1/400 ml ഓലിക് ആസിഡ് ആണ് ഉള്ളത്. ആൻഡ് ഈ 1/400 എന്ന് വെച്ചാൽ സപ്പോസ് ഈ ഒരു 400 പാർട്സ് ഉള്ള ഒരു സൊല്യൂഷൻ കൺസിഡർ ചെയ്താൽ അതിൽ ഒരു പാർട്ട് ഓലിക് ആസിഡ് ആണ് ഉള്ളത്. It consists of 1 part of oleic acid. Rest 399 is alcohol. അപ്പോൾ അത്രയും നമ്മൾ ഈ ഓലിക് ആസിഡിനെ ഡൈല്യൂട്ട് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഈ ഡൈല്യൂട്ടഡ് ഓലിക് ആസിഡിനെ വെള്ളവുമായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി ലെറ്റ് us take a container or trough of water. ആൻഡ് ഇവിടെ ഈ ഓലിക് ആസിഡ് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ടാണ് വെള്ളത്തിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനായിട്ട് നമുക്കൊരു ബ്യൂററ്റും ഉപയോഗിക്കാം. ഇതാണ് ബ്യൂററ്റ്. ഈ ബ്യൂററ്റ് നമ്മൾ ലാബിൽ പ്രത്യേകിച്ച് കെമിസ്ട്രിയിൽ ടൈട്രേഷൻ ചെയ്യുന്ന സമയത്ത് വളരെ എക്സ്റ്റെൻസീവായിട്ട് യൂസ് ചെയ്യുന്ന അപ്പാരറ്റസ് ആണ്. ബ്യൂററ്റ് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ലാബിൽ പഠിക്കും. ലിക്വിഡ് ഇവിടെ എടുത്തിട്ടുണ്ട് ആൻഡ് ഇവിടെ നമുക്കൊരു നോബുണ്ട്. ഈ നോബ് ലൂസ് ചെയ്യുന്ന സമയത്ത് ഇതിലുള്ള ലിക്വിഡ് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് പുറത്തോട്ട് വരും. ഇവിടെ ഓലിക് ആസിഡ് സൊല്യൂഷൻ വെള്ളത്തിലോട്ട് ഡ്രോപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ വെള്ളത്തിൻ്റെ മുകളിൽ നമ്മളൊരു ലൈക്കോപോഡിയം പൗഡർ സ്പ്രെഡ് ചെയ്യും. ഈ ലൈക്കോപോഡിയം പൗഡർ എന്ന് പറഞ്ഞാൽ ടെറിഡോഫൈറ്റായ മോസ് പ്ലാന്റ് ഉണ്ട്. മോസ് പ്ലാന്റ് ഈ സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യും ആൻഡ് ഈ സ്പോർസിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒരു പൗഡറാണ് ലൈക്കോപോഡിയം പൗഡർ. ഇൻ ജനറൽ ഏത് പൗഡർ ഉപയോഗിച്ചാലും അത് വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യും. പൗഡർ ഇസ് ഇൻസോലബിൾ. ഇനിയും ഈ ലൈക്കോപോഡിയം പൗഡർ സ്പ്രിങ്കിൾ ചെയ്ത് കഴിഞ്ഞ് ബ്യൂററ്റിൽ നിന്ന് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ഓലിക് ആസിഡ് സൊല്യൂഷൻ ഈ വെള്ളത്തിലോട്ട് റിലീസ് ചെയ്യും. ആൻഡ് ഈ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലൈക്കോപോഡിയം പൗഡറായിട്ട് കോൺടാക്റ്റിൽ വരും. ഇത് കോൺടാക്റ്റിൽ വരുന്ന സമയത്ത് തന്നെ ഈ ലൈക്കോപോഡിയം പൗഡറിനെ 2 എൻഡിലോട്ട് പുഷ് ചെയ്ത് ഈ ഓലിക് ആസിഡ് മോളിക്യൂൾ നടുക്കത്തെ ഒരു സ്പേസ് ഒക്യുപ്പൈ ചെയ്യും. അപ്പോൾ ഈ ഒരു റീജിയൻ ഈ ഓലിക് ആസിഡ് മോളിക്യൂൾ ഒക്യുപ്പൈ ചെയ്യും. ഇവിടെ നമുക്കൊരു സൈഡ് വ്യൂ ആണ് കാണാൻ പറ്റുന്നത്. അതേസമയം മുകളിൽ നോക്കിയത് ഏകദേശം ഒരു സർക്കുലാർ ലെയർ ഫോം ചെയ്യും. ഇപ്പോൾ ഓലിക് ആസിഡ് മോളിക്യൂൾ വീഴുന്ന സമയത്ത് തന്നെ ഈ ലൈക്കോപോഡിയം പൗഡറിനെ 2 അറ്റത്തോട്ട് പുഷ് ചെയ്ത് ഒരു സർക്കുലാർ ലെയർ അവിടെ ഫോം ചെയ്യും. ഈ സർക്കുലാർ ലെയറിൻ്റെ ഏരിയ നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഒരു സ്കെയിൽ വെച്ചോ അല്ലെങ്കിൽ ഒരു ഗ്രാഫ് പേപ്പർ ഉപയോഗിച്ചൊക്കെ നമുക്ക് ഇതിൻ്റെ ഏരിയ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഒരു സർക്കുലാർ ലെയർ ആണെങ്കിൽ അത് πr² എന്നുള്ള ഫോർമുല വെച്ച് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇറഗുലർ ഷേപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ഗ്രാഫ് പേപ്പർ ഉപയോഗിച്ചും കാൽക്കുലേറ്റ് ചെയ്യാം. മൂന്നാമത്തെ സ്റ്റെപ്പ് ഇതാണ്. ഓലിക് ആസിഡ് സൊല്യൂഷനിനെ വെള്ളത്തിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. വെള്ളത്തിൽ വീഴുന്ന ഓലിക് ആസിഡ് മോളിക്യൂൾ ഈ ലൈക്കോപോഡിയം പൗഡറിനെ പുഷ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ലെയർ ഫോം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കാണാം ഇത് വളരെ ഡൈല്യൂട്ടഡ് ആയതുകൊണ്ട് തന്നെ ഈ ഫോം ചെയ്യുന്ന ലെയർ ഏകദേശം സിംഗിൾ ലെയർ അഥവാ മോണോ ലെയർ ആയിരിക്കും. ഈ ലെയറിൻ്റെ ഏരിയ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ഈ ഡ്രോപ്പ് ചെയ്യുന്നതിൻ്റെ വോളിയം നമുക്ക് ഈ ബ്യൂററ്റ് വെച്ച് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇനീഷ്യലി ഈ ബ്യൂററ്റിന് ഒരു പർട്ടിക്കുലർ റീഡിംഗ് ഉണ്ടായിരിക്കും. ആ റീഡിംഗ് നമുക്ക് നോട്ട് ചെയ്യാം. സപ്പോസ് ഈ റീഡിംഗ് ഒരു 10 ml ആണെന്ന് വിചാരിക്കുക. ഇനി നോബ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓലിക് ആസിഡ് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് വെളിയിലോട്ട് വരും. ഈ വെളിയിലോട്ട് വരുന്ന സമയത്ത് ഇതിൻ്റെ വോളിയം റിഡ്യൂസ് ചെയ്യും. സപ്പോസ് ഇവിടെ ഒരു 10 ഡ്രോപ്പ് നമ്മൾ റിലീസ് ചെയ്തെന്ന് വിചാരിക്കുക. 10 ഡ്രോപ്പ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴുള്ള വോളിയം ഇതായിരിക്കും. ആ ലെവൽ നമുക്ക് മാർക്ക് ചെയ്യാം. സപ്പോസ് ഈ ലെവൽ എന്ന് പറയുന്നത് 9 ml ആണ്. സോ ഇവിടെ ആദ്യം 10 ml ഉണ്ടായിരുന്ന ലിക്വിഡ് ഇപ്പോൾ 9 ml ആയി. ആൻഡ് ദസ് ദർ ഇസ് എ ഡിഫറൻസ് ഓഫ് 1 ml.
സോ 1 ml ഡിഫറൻസ് ഇവിടെ ഉണ്ടായി. അങ്ങനെയെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ 10 ഡ്രോപ്പിൻ്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യാം. സോ വോളിയം ഓഫ് 10 ഡ്രോപ്പ് ഇസ് 1 ml. 10 ഡ്രോപ്പിൻ്റെ വോളിയം 1 ml ആണെങ്കിൽ ഒരു ഡ്രോപ്പിൻ്റെ വോളിയം എന്തായിരിക്കും? 1/10 ml. റൈറ്റ്. നമ്മളിവിടെ ഒരു ഉദാഹരണമാണ് 10 ml എടുത്ത്. ഇൻ ജനറൽ n ഡ്രോപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. ആണെങ്കിൽ വോളിയം ഓഫ് 1 ഡ്രോപ്പ് എന്നുള്ളത് V ആയിട്ട് എടുക്കുക. സോ വോളിയം ഓഫ് 1 ഡ്രോപ്പ് എന്നുള്ളത് ഇൻ ജനറൽ V ആയിട്ട് എടുക്കുക. അങ്ങനെയെങ്കിൽ വോളിയം ഓഫ് n ഡ്രോപ്പ് എന്നുള്ളത് ദാറ്റ് ഈസ് വോളിയം ഓഫ് n ഡ്രോപ്പ്. n ഡ്രോപ്പ് എന്ന് പറയുന്നത് n ടൈംസ് V. സോ ഇവിടെയും സെയിം ആണ്. വോളിയം ഓഫ് 1 ഡ്രോപ്പ് 1/10. അങ്ങനെ വോളിയം ഓഫ് 10 എന്ന് പറയുന്നത് 10 ഇൻറ്റു 1/10. അത് നമുക്കറിയാം ഇറ്റ് ഈസ് സെയിം ആസ് 1 ml. ഇവിടെയും സെയിം ഐഡിയ ആണ്. വോളിയം ഓഫ് 1 ഡ്രോപ്പ് V ആണെന്ന് സങ്കല്പിക്കുക. അങ്ങനെയെങ്കിൽ വോളിയം ഓഫ് n ഡ്രോപ്സ് എന്നുള്ളത് n ടൈംസ് V ആണ്. ഫൈൻ. ആൻഡ് ഈ n ഡ്രോപ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻസ് ബോത്ത് വാട്ട്? ഓലിക് ആസിഡ് ആൻഡ് ആൽക്കഹോൾ. ഈ n ഡ്രോപ്പിൽ ഓലിക് ആസിഡും ഉണ്ട് ആൽക്കഹോളും ഉണ്ട്. പക്ഷെ നമുക്കിവിടെ ഓലിക് ആസിഡ് മാത്രം മതി. സോ അമൗണ്ട് ഓഫ് അല്ലെങ്കിൽ വോളിയം ഓഫ് ഓലിക് ആസിഡ്, വോളിയം ഓഫ് ഓലിക് ആസിഡ് ഇൻ n ഡ്രോപ്സ്, ഇൻ n ഡ്രോപ്സ്. അപ്പം നമ്മൾ മുമ്പ് കാൽക്കുലേറ്റ് ചെയ്ത് സൊല്യൂഷൻ ബിയിലുള്ള ഓലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ 1/400 ml ആണ്. ഇവിടെ NV വോളിയം ഉണ്ട്. സോ വോളിയം ഓഫ് ഓലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ NV/400. ഇതായിരിക്കും ഈ n ഡ്രോപ്പിലുള്ള ഓലിക് ആസിഡിൻ്റെ അമൗണ്ട്. ഇത്രയും ml അല്ലെങ്കിൽ ഇത്രയും സെൻറ്റിമീറ്റർ ക്യൂബ് ഓലിക് ആസിഡാണ് n ഡ്രോപ്പിൽ ഉള്ളത്. വെള്ളത്തിലോട്ട് ഓലിക് ആസിഡ് ഒഴിക്കുന്നതിൻ്റെ ടോപ്പ് വ്യൂ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ടോപ്പ് വ്യൂ ഏകദേശം ഇങ്ങനെ ഇരിക്കും. വെള്ളത്തിൻ്റെ സെൻട്രലായിട്ട് ഓലിക് ആസിഡിൻ്റെ ഒരു സർക്കുലർ ലെയർ ഉണ്ട്. ഈ ലെയറിൻ്റെ ഏരിയ നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് ഇതിൻ്റെ ഡയമീറ്റർ സ്കെയിൽ വെച്ച് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ πr² അല്ലെങ്കിൽ πd²/4 എന്നുള്ള ഫോർമുല വെച്ച് ഏരിയ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി ഒരു മോണോ മോളിക്കുലർ ലെയർ ആയിരിക്കും ഫോം ചെയ്യുന്നത് നമ്മൾ അസ്യൂം ചെയ്തു. അങ്ങനെയെങ്കിൽ ഈ മോണോ മോളിക്കുലർ ലെയറിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ തിക്നെസ് എന്ന് പറയുന്നത് ഇതാണ്. പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. n ഡ്രോപ്പ് ഓഫ് ഓലിക് ആസിഡ് വെള്ളത്തിൽ ഡ്രോപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുക. സോ സ്മോൾ ലെറ്റർ n ബി ദ നമ്പർ ഓഫ് ഡ്രോപ്സ് ആൻഡ് വോളിയം ഓഫ് 1 ഡ്രോപ്പ് എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്റർ V ആയിട്ട് എടുത്തു. ലെറ്റ് ക്യാപിറ്റൽ ലെറ്റർ V ബി ദ വോളിയം ഓഫ് 1 ഡ്രോപ്പ്. അങ്ങനെയെങ്കിൽ NV ബി ദ വോളിയം ഓഫ് n ഡ്രോപ്സ്. അപ്പോൾ ഒരു ഡ്രോപ്പിൻ്റെ വോളിയം ക്യാപിറ്റൽ ലെറ്റർ V. അങ്ങനെയാണെങ്കിൽ n ഡ്രോപ്പിൻ്റെ വോളിയം എന്ന് പറയുന്നത് n ടൈംസ് V. ഇനി മുമ്പ് പറഞ്ഞ പോലെ തന്നെ വോളിയം ഓഫ് ഓലിക് ആസിഡ് ഇൻ n ഡ്രോപ്സ് എന്ന് പറയുന്നത് NV/400 ml അല്ലെങ്കിൽ NV/400 സെൻറ്റിമീറ്റർ ക്യൂബ്. A ബി ദ ഏരിയ ഓഫ് ദി ലെയർ. സോ ഈ ലെയറിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് ഒരു മോളിക്യൂളിൻ്റെ ഡയമീറ്റർ ആണ്. ഒരു മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ ആ മോളിക്യൂളിൻ്റെ ഡയമീറ്റർ ആണ് ഈ ലെയറിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ തിക്നെസ് എന്ന് പറയുന്നത്. ഹൈറ്റ് ഓഫ് ദിസ് ലെയർ ഇസ് ഈക്വൽ ടു ദ ഡയമീറ്റർ ഓഫ് ദി മോളിക്യൂൾ. അല്ലെങ്കിൽ ഈ ഡയമീറ്ററിനെയാണ് നമ്മൾ സൈസ് ഓഫ് ദി മോളിക്യൂൾ എന്ന് പറയുന്നത്. We can write diameter of the molecule will be thickness of the monolayer of folic acid floating on water അല്ലെങ്കിൽ size of folic acid floating on water, and this thickness can be calculated by the formula volume divided by area. So ഇവിടെ വോളിയത്തിനുള്ള ഫോർമുല ഉണ്ട്. വോളിയം is equal to NV/400. ഏരിയ is capital letter A. ഇത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ we can write thickness is equal to NV/400 times A. ഇതാണ് തിക്നെസ് ഓഫ് ആൻ ഓലിക് ആസിഡ് മോളിക്യൂൾ. ഇനി ഞാൻ പറഞ്ഞു ഈ ലെയർ ഫോം ചെയ്യുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ബോത്ത് ഓലിക് ആസിഡ് ആൻഡ് ആൽക്കഹോൾ. ആൻഡ് വീഡിയോയുടെ തുടക്കം പറഞ്ഞു ആൽക്കഹോൾ ചൂസ് ചെയ്യാൻ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ ഓലിക് ആസിഡ് ആൽക്കഹോളിൽ സോല്യൂബിൾ ആണ്. രണ്ടാമത്തെ കാരണം ഇതാണ്, ഈ ആൽക്കഹോൾ എന്ന് പറയുന്ന ഒരു ഹൈലി വോളറ്റൈൽ ലിക്വിഡാണ്. വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് വേപ്പർ സ്റ്റേറ്റിലോട്ട് അല്ലെങ്കിൽ ഗേഷ്യസ് സ്റ്റേറ്റിലോട്ട് കടന്നു പോകും. സോ ഇവിടെ നമ്മൾ ഈ ലെയർ ഓഫ് ഓലിക് ആസിഡ് സൊല്യൂഷൻ കൺസിഡർ ചെയ്താൽ ഇതിലുണ്ടാവുന്ന ആൽക്കഹോൾ ഈസി ആയിട്ട് ഇവാപറേറ്റ് ചെയ്തു പോകും. നമുക്ക് റിമൈനിങ് ആയിട്ട് കിട്ടുന്നത് ഓലിക് ആസിഡ് മാത്രമായിരിക്കും. സോ അതുകൊണ്ടാണ് ഈ എക്സ്പെരിമെൻറ്റിൽ നമ്മൾ ഓലിക് ആസിഡ് ആൽക്കഹോളുമായിട്ട് മിക്സ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന സൈസ് എന്ന് പറയുന്നത് ഏകദേശം 10⁻⁹ മീറ്റർ ആണ്. അതായത് ഒരു ഓലിക് ആസിഡ് മോളിക്യൂളിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 10⁻⁹ അല്ലെങ്കിൽ 1 നാനോമീറ്റർ ആണ്. ഇതൊരു റഫ് എസ്റ്റിമേറ്റ് ആണ്. കുറച്ചുകൂടെ അക്യൂറേറ്റ് ആയിട്ട് സൈസ് മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഷുഡ് യൂസ് എ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. സോ NCERTയിൽ ഈ എക്സ്പെരിമെൻറ്റിൻ്റെ ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സോ പലപ്പോഴും നമ്മൾ ആദ്യം വായിക്കുമ്പോൾ അത് മനസ്സിലാവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് വഴി ചോദിക്കാവുന്നതാണ്.